പ്രൈസ് ദി ലോർഡ്. ഇന്ന് സബ്ജക്റ്റ് നമുക്ക് സർമനുള്ള സബ്ജക്റ്റാണ് ദൈവകോപം എന്നേക്കുമായിട്ട് ജീസസിൻ്റെ മരണത്തിൽ കഴിഞ്ഞു. The wrath of God finished forever through the death of Jesus Christ on the cross. പഴയ നിയമപ്രകാരം നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം നമ്മൾ ശിക്ഷിക്കും. അത് ശിക്ഷിക്കും ദൈവമായിരുന്നു. പക്ഷേ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്ന സമയത്ത് ഇത് വളരെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. റോമാലേഖനത്തിൻ്റെ 6:23 എഴുതിയിട്ടുണ്ട്. അപ്പം പാപത്തിൻ്റെ ശിക്ഷ മരണമാണെങ്കിൽ അപ്പം എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും മരിക്കണം നമ്മൾ. പക്ഷേ പുതിയ നിയമപ്രകാരം അങ്ങനെയല്ല. നമുക്ക് പകരമായിട്ട് ജീസസ് മരിച്ചു, മനുഷ്യനായിട്ട്. കാരണം നമ്മൾ ശരിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മളാരും മരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പാപമുള്ളവരാണ്. പാപമുള്ളവർ മരിച്ചിട്ട് കാര്യം ശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് പാപമില്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ മുഴുവൻ പാപവും എടുത്തു മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയാണ് ലോകത്തിൽ മനുഷ്യനായും ദൈവവുമായി വന്ന ജീസസ് ക്രൈസ്റ്റ്. ഒരു പാപമില്ല. മുഴുവൻ ദൈവമായിരുന്നു, മുഴുവൻ മനുഷ്യനായിരുന്നു. ഒരു പാപമില്ല. കാരണം പാപത്തിൽ നിന്നല്ല ജനിച്ചത്. മനുഷ്യൻ പാപത്തിൽ നിന്നാണ് ജനിക്കാറുള്ളത്. പക്ഷെ നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ കാണുന്ന പാപത്തിൽ നിന്നല്ല ജനിച്ചത്. അങ്ങനത്തെ ഒരേ ഒരു വ്യക്തി ലോകത്തിൽ ജനിച്ചത് ആ വിശുദ്ധ ജന്മം നടന്നതിൽ കൂടി മാത്രമാണ്. ഹോലി സ്പിരിറ്റിൻ്റെ വിശുദ്ധ ധർമ്മം. അങ്ങനെ ജീസസ് ക്രൈസ്റ്റ് മാത്രമേ ഇതിന് എലിജിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്കുള്ള പാപത്തിനെല്ലാം പരിഹാരം വരുത്തിയത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കുരിശിലെ മരണമാണ്. ലോകത്തിലുള്ള സകല പാപങ്ങളും ജീസസ് ക്രൈസ്റ്റിൻ്റെ മുകളിലിട്ടെന്നാണ് വചനം കാണിച്ചു തരുന്നത് നമ്മളെ. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 12:31, റോമാലേഖനത്തിൻ്റെ 8:1 പറയുന്നു. പക്ഷേ ഈ യോഹന്നാൻ്റെ 12:31 വേറെ തരത്തിലും വ്യാഖരിക്കാറുണ്ട്. അത് പറയുന്നത് എല്ലാവരെയും ആകർഷിക്കാമെന്ന്. ആകർഷിച്ചല്ല, സിൻ, പാപത്തിനെ ആകർഷിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ 1 യോഹന്നാൻ്റെ 2:2, 1 യോഹന്നാൻ്റെ 4:10 സകല ലോകത്തെയും പാപത്തിന് പകരമായി ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് നമ്മളൊക്കെ കാണുന്നത് തികച്ചും ഒരു പരിശുദ്ധനായ മനുഷ്യനായിട്ടാണ് കാണുന്നത് ദൈവം. അതുകൊണ്ട് ഏത് പ്രകാരം ജീസസ് ക്രൈസ്റ്റിനെ ദൈവം സ്നേഹിച്ചോ അതേ പ്രകാരം നമ്മളെയും സ്നേഹിക്കുന്നുണ്ടെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17:23 കാണുന്നത്. അപ്പം ഒരു മരണം, ആ മരണം എന്ന് പറയുന്നത് നമ്മളെ ജീസസ് ക്രൈസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ആ മരണത്തിൽ കൂടി ലോകത്തിലെ പാപങ്ങൾ മുഴുവൻ എടുത്തു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാ പാപവും ജീസസ് ക്രൈസ്റ്റിൽ ദൈവം ഇടുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ പകരമായിട്ട് മരിക്കുകയാണ്. 1 പത്രോസ് 2:24, 2 കൊരിന്ത്യർ 5:24-21 കാണുന്നത് നമ്മളെല്ലാത്തിനും പാപമായിട്ട് ജീസസ് ക്രൈസ്റ്റ് ദേഹത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവകോപത്തെ നമ്മളിൽ നിന്നും എന്നേക്കുമായി മാറ്റി ആ പാപത്തിന് ഒരു പരിഹാരം വരുത്തി. ഇനി നമുക്കതിന് പരിഹാരത്തിൻ്റെ ആവശ്യമില്ല. ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ ജീസസ് ക്രൈസ്റ്റ് ഒരു മനുഷ്യനായി മരിച്ചതോടുകൂടി മനുഷ്യൻ്റെ പാപങ്ങൾ മുഴുവൻ കഴിയുകയാണ് ഈ ലോകത്തിൽ. ഇനി പാപം ഒരിക്കലില്ല. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 8:1 പറയുന്നത്, യേശുവിൽ ഉള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയില്ല. കാരണം നമ്മൾ യേശുവിലാണല്ലോ വിശ്വാസികൾ ജീസസ് ക്രൈസ്റ്റിനെ സ്വീകരിച്ച സമയത്ത് നമ്മൾ യേശുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത്
യേശു നമ്മൾ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ 19:30 വചനപ്രകാരം അവിടെ ദൈവം പറയാണ്, ദൈവം പറയാണ് എല്ലാം തീർന്ന് എന്ന്. അതിൻ്റെ അർത്ഥം ദൈവകോപത്തിന് പരിഹാരം എന്നേക്കുമായി വരുത്തുന്നുണ്ട്. വൺസ് ഫോർ ഓൾ. അങ്ങനെ ഒരു കോപമില്ല ഇന്ന് ലോകത്തിൽ. അപ്പം ദൈവം നമ്മൾ പഠിപ്പിക്കുന്നവരുണ്ട്, തെറ്റ് ചെയ്യാൻ പറ്റില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അത് ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കും. ഇതൊക്കെ പഴയ നിയമപ്രകാരമുള്ള പഠിത്തങ്ങളാണ്. പുതിയ നിയമപ്രകാരം നമ്മൾ ഇനി ദൈവം ശിക്ഷിക്കില്ല, കാരണം ദൈവം നീതിമാനാണ്. ഒരു ശിക്ഷ മാത്രമേ കൊടുക്കുള്ളൂ. ഇന്നിപ്പോൾ ഒരു ജഡ്ജിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മളൊരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അതിന് വേണ്ടിയിട്ട് ഒരിക്കലും ആ ജഡ്ജ് നമ്മൾക്ക് ശിക്ഷ തരില്ല, കാരണം വിധി നടപ്പാക്കപ്പെട്ടതാണ്. അതുതന്നെയാണ് നമുക്ക് പകരമായിട്ട് ജീസസ് ക്രൈസ്റ്റ് ക്രൂശിൽ മരിക്കുകയാണ് ചെയ്തത്. എല്ലാ ലോകത്തിൻ്റെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് എല്ലാ പാപങ്ങളും ദൈവം ജീസസ് ക്രൈസ്റ്റിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 12:31 പ്രകാരം. അപ്പം എല്ലാ പാപങ്ങളും ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ലോകത്തിൽ പാപമില്ല. ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണത്തോടു കൂടി ഈ ലോകത്തിലുള്ള പാപത്തിനും പാപങ്ങൾക്കും എന്നേക്കുമായി പരിഹാരം വരുത്തി. ഇനി പാപം ഈ ലോകത്തിലില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതെങ്ങനെയാണെന്ന് അല്ല, ഇതെല്ലാം നടക്കുന്ന ആത്മാവിലാണ് നടക്കുന്നത്. ദൈവ ആത്മാവാണ്. യോഹന്നാൻ 4:24 പറയുന്ന ആത്മാവാണ്. ഇതെല്ലാം നടക്കുന്ന ആത്മാവിലാണ് നടക്കുന്നത്. അങ്ങനെ ആത്മീയ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇനി ലോകത്തിൽ പാപമില്ല. പക്ഷേ നമ്മളെ ശരീരവും ദേഹിയും രക്ഷിക്കപ്പെട്ടില്ല. അതിൽ പാപമുണ്ട്, ഇപ്പോഴും ഉണ്ട് പാപം. നമ്മൾ പാപം ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. അത് നമുക്ക് മാറണമെങ്കിൽ നമ്മളെ മനസ്സ് പുതുക്കണം. റോമാലേഖനത്തിൻ്റെ 12:1-2 വചനപ്രകാരം നമ്മളെ ശരീരത്തിന് ഒരു ജീവനുള്ള യാഗമായി അർപ്പിക്കുക. രണ്ടാം വചനപ്രകാരം നമ്മൾ എന്നേക്കുമായിട്ട് മനസ്സ് പുതുക്കുക, വചനം കൊണ്ട് മനസ്സ് പുതുക്കുക. അങ്ങനെ മനസ്സ് പുതുക്കുക, ഒരു പുതിയ മനുഷ്യനാവണം ഉള്ളിലും. അങ്ങനെ ഒരു ക്ലീനിങ് പ്രോസസ്സിൽ കൂടി മാത്രമേ നമ്മളെ ദേഹിയിലും ദേഹത്തിലുള്ള പാപം എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ശരീരത്തിൽ നിന്നും പുറത്തായ പിശാച് നമ്മൾ വിട്ടുപോയിട്ടില്ല. അത് പുറത്ത് എപ്പോഴും ഉണ്ട്. നമ്മളൊരു തെറ്റിക്കാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പഴുത് കിട്ടാൻ നോക്കുകയാണ്, എന്നാലും നമ്മൾ ഉള്ളിൽ വരും. ഇന്ന് പുറത്തായിട്ടുണ്ട്, പക്ഷേ ആ പഴുത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സ് പുതുക്കിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നടക്കണം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ സുവിശേഷത്തിൻ്റെ 2:17-26 വചനങ്ങൾ പറയുന്നത്, ദൈവവചനത്തിൽ കൂടി നടന്നാൽ നമ്മൾ ഒരിക്കലും തെറ്റിപ്പോവില്ല. അതുമാതിരി തന്നെയല്ല ഗലാത്യൻ്റെ 5:16 പറയുന്നുണ്ട്, വാക്ക് ഇൻ ദ സ്പിരിറ്റ് സോ ദാറ്റ് യു വിൽ നോട്ട് ഫുൾഫിൽ ദ ഡിസയർ ഓഫ് ദ ഫ്ലഷ്. അത് ആത്മാവിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ജഡത്തിൻ്റെ ഡിസയർ ഒരിക്കലും നടക്കില്ല. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും ശിക്ഷിക്കില്ല, കാരണം ദൈവം നീതിമാനാണ്. പക്ഷേ നമ്മൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ പിശാച് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മളെ തെറ്റിക്കും, നമ്മൾ ദൈവത്തിൽ നിന്ന് എടുത്തു മാറ്റും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളവരെ പിശാചിന് നമ്മൾ ശിക്ഷിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളെ പിശാച് എപ്പോഴും തെറ്റിച്ചു കൊണ്ടേയിരിക്കും. ആ ശ്രമം നടന്നുകൊണ്ടിരിക്കും. ഒരു ആത്മീയ യുദ്ധം നമ്മൾ ഉള്ളിൽ കൂടി നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ നടക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ മാതിരി ഗലാത്യൻ്റെ 5:16 അതേമാതിരി യാക്കോബിൻ്റെ 2:17-26 വചനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടി നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റിപ്പോവില്ല. ഇതൊരു ചെറിയ അതായതുകൊണ്ട് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.